കോതമംഗലത്തെ ലവ് ജിഹാദ് കേസിൽ പ്രതി റമീസിന്റെ മാതാപിതാക്കൾ കസ്റ്റഡിയിൽ. സേലത്ത് നിന്നാണ് അന്വേഷണ സംഘം ഇവരെ കസ്റ്റഡിയിലെടുത്തത്. നിഷ ദിലീപ് ചേരുന്നു. നിഷ, കോതമംഗലത്തെ ലവ് ജിഹാദ് കേസിൽ പ്രതി റമീസിന്റെ മാതാപിതാക്കൾ കഴിഞ്ഞ കുറേ നാളുകളായി ഒളിവിൽ തന്നെയായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നിരന്തരമായി പോലീസിന്റെ കാര്യക്ഷമത ഇല്ലായ്മയെക്കുറിച്ചുള്ള വിമർശനങ്ങൾ വന്നതിന് പിന്നാലെ തന്നെയാണോ ഇപ്പോൾ ഈ കസ്റ്റഡി ഉണ്ടായിരിക്കുന്നത്? എന്തായാലും ഇവരെ എങ്ങനെയാണ് പിടികൂടുന്നത്? രോഹിണി, ഇന്ന് രാവിലെയാണ് റമീസിന്റെ മാതാപിതാക്കളായ റഹീമിനെയും ഷെരീഫയെയും പ്രത്യേക അന്വേഷണ സംഘം തമിഴ്നാട്ടിലെ സേലത്ത് നിന്ന് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇവരെ ഇന്ന് രാത്രിയോടുകൂടി കോതമംഗലത്ത് എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഈ സോന എൽദോസ് എന്ന കോതമംഗലം സ്വദേശിയായ പെൺകുട്ടിയുടെ ആത്മഹത്യയ്ക്ക് പിന്നിൽ നിർബന്ധിത മതപരിവർത്തനത്തിനുള്ള ശ്രമം നടന്നു എന്നാണ് സോനയുടെ ആത്മഹത്യാക്കുറിപ്പിൽ തന്നെ പറയുന്നത്. ഈ റഹീം എന്ന് പറയുന്ന സോനയുടെ ആൺസുഹൃത്ത് റമീസ് എന്ന് പറയുന്ന സോനയുടെ ആൺസുഹൃത്ത് റമീസിന്റെ മാതാപിതാക്കളാണ് റഹീമും ഷെരീഫയും. ഇവരെല്ലാവരും ചേർന്ന് തന്നെ മതം മാറ്റാനായി നിർബന്ധിച്ചു, ക്രൂരമായി മർദ്ദിച്ചു. ഇതിൽ മനം നൊന്താണ് താൻ മരിക്കുന്നത്. തൻ്റെ മരണത്തിന് ഉത്തരവാദികൾ റമീസും മാതാപിതാക്കളും ഒപ്പം തന്നെ റമീസിൻ്റെ ഒരു സുഹൃത്തായ സഹദ് എന്നയാളും ആണ് എന്ന് സോന എൽദോസ് എന്ന പെൺകുട്ടി ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമായി എഴുതിയിരുന്നു. പക്ഷേ പല സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി സോനയുടെ മരണം നടന്ന് സോനയുടെ സംസ്കാരമൊക്കെ നടന്ന് അതിനുശേഷം നമ്മൾ ഈ വാർത്ത നൽകിയതിന് പിന്നാലെയാണ് റമീസിനെ കോതമംഗലം പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നതും പിന്നീട് പിറ്റേ ദിവസം ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും. റമീസ് റിമാൻഡിലായിരുന്നു. പിന്നീട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തു. വീണ്ടും ഇയാൾ റിമാൻഡിൽ തന്നെ തുടരുകയാണ്. അതിനുശേഷം ഈ റമീസിൻ്റെ മാതാപിതാക്കളെ കസ്റ്റഡിയിൽ എടുക്കാത്തത് കൊണ്ട് തന്നെ പോലീസിന് മേൽ വലിയ സമ്മർദ്ദങ്ങളുണ്ടായിരുന്നു. BJP നേതാക്കളടക്കം സോനയുടെ വീട് സന്ദർശിച്ചിരുന്നു. ശക്തമായ ആവശ്യമായിരുന്നു പല ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ഈ റമീസിൻ്റെ മാതാപിതാക്കളെ കസ്റ്റഡിയിൽ എടുക്കണം, ഇവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യണം, ഈ പെൺകുട്ടിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങൾ എന്താണ് എന്ന് കണ്ടെത്തണമെന്ന് അതൊക്കെ തന്നെ. എന്തായാലും റമീസിൻ്റെ മാതാപിതാക്കൾ ഒളിവിൽ കഴിയവെയാണ് തമിഴ്നാട്ടിലെ സേലത്ത് നിന്നും പ്രത്യേക അന്വേഷണ സംഘം ഇവരെ പിടികൂടിയത്. മൂവാറ്റുപുഴ DYSPയുടെ നേതൃത്വത്തിലുള്ള 10 അംഗ സംഘമാണ് ഈ കേസിൻ്റെ അന്വേഷണം നടത്തുന്നത്. എങ്കിൽ പോലും ബലാത്സംഗം ഒപ്പം തന്നെ ക്രൂരമായ പീഡനം ആ വകുപ്പുകൾ ചുമത്തിയാണ് റമീസിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഈ നിർബന്ധിത മതം മാറ്റത്തിന് ഈ യുവതിയെ നിർബന്ധിച്ചു എന്നതിന് ഒരു കേസും ഇതുവരെ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. എന്തായാലും തൻ്റെ ആത്മഹത്യയ്ക്ക് പിന്നിൽ ഈ റമീസും മാതാപിതാക്കളുമാണ് എന്ന് സോന എൽദോസ് ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ റമീസിൻ്റെ ആലുവയിലെ വീട്ടിൽ വെച്ചാണ് യുവതിയെ നിർബന്ധിതമായി മതപരിവർത്തനം നടത്തണം, അതിനായി പൊന്നാനിയിൽ പോകണം, വാഹനം തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്, പൊന്നാനിയിലേക്ക് ഉടൻ തന്നെ പോകണം, അതിനുശേഷം 2 മാസം കഴിഞ്ഞ് വന്ന് കല്യാണം, അതിനുശേഷം മാത്രം സോനയുടെ വീട്ടുകാരെ കാണാം എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. പക്ഷേ ഈ സമയത്ത് സോന പൊന്നാനിയിലേക്ക് പോകാനായി തയ്യാറായില്ല. ഈ പെൺകുട്ടി സഹോദരനെ വിവരം അറിയിക്കൂ എന്ന് പറഞ്ഞു. ഒപ്പം തന്നെ കൂട്ടുകാരിയെ ഫോണിൽ വിളിച്ച് തന്നെ മർദ്ദിക്കുന്നതടക്കമുള്ള കാര്യങ്ങളും നിർബന്ധിച്ച് മതം മാറ്റാനായി ശ്രമിക്കുന്നതും പൊന്നാനിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതെന്ന അടക്കമുള്ള കാര്യങ്ങൾ സഹോദരനെ അറിയിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് സോനയെ തിരികെ വീട്ടിൽ കൊണ്ടാക്കിയത്. പിന്നീടാണ് കടുത്ത മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് ഈ സോന എൽദോസ് എന്ന പെൺകുട്ടി വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിക്കുന്നതും. എന്തായാലും സോനയുടെ മരണത്തിലാണ് ഈ ആൺ സുഹൃത്തായ റമീസിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. പിന്നീട് റമീസിൻ്റെ മാതാപിതാക്കൾക്കായുള്ള അന്വേഷണം തുടരുകയായിരുന്നു. അങ്ങനെ അന്വേഷണം നടക്കവെയാണ് ഇന്ന് തമിഴ്നാട്ടിലെ സേലത്ത് വെച്ച് റമീസിൻ്റെ മാതാപിതാക്കളായ റഹീമിനെയും ഷെരീഫയെയും കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. റഹീം കേസിൽ 2ാം പ്രതിയും മാതാവ് ഷെരീഫ കേസിലെ 3ാം പ്രതിയുമാണ്. രോഹിണി. ശരി നിഷ. കോതമംഗലത്തെ ലവ് ജിഹാദ് കേസിൽ പ്രതി റമീസിന്റെ മാതാപിതാക്കൾ കസ്റ്റഡിയിൽ. നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ